ഇപ്പോൾ സെക്ഷൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ഉദാഹരണത്തിന് പ്രീമച്വർ ഇജാക്കുലേഷൻ അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിട്ട് വരുന്ന കേസും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് ആണ് സ്പേമിൻ്റെ ക്വാളിറ്റി കുറവ് അല്ലെ സ്പേമിൻ്റെ കൗണ്ട് കുറവ്, പിന്നെ മൂവ്മെൻറ്റ്സ് കുറവ്. സ്പേം അനലൈസിങ് എടുത്ത് നോക്കുമ്പോൾ സ്പേമിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും, ആക്റ്റീവ്നെസ് കുറവായിരിക്കും, ഡെഡായിരിക്കും കൂടുതൽ. അപ്പോൾ എന്താണ് സ്പേം കൗണ്ട് എന്നും അതെങ്ങനെ നമുക്ക് ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാന്നുള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സ്പേം കൗണ്ട് കുറയുമെന്ന് നമുക്ക് വിശദമായിട്ട് ഇന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലംസ് ആയാലും പ്രീമച്വർ ഇജാക്കുലേഷൻ ആയി കഴിഞ്ഞാലും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഈ പോലെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയും അതുപോലെ ആദ്യത്തെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റിക്ക് വരുന്ന പ്രധാനപ്പെട്ട പുരുഷ സെക്ഷൽ കംപ്ലൈൻ്റ് ആണ് സ്പേമിൻ്റെ ക്വാണ്ടിറ്റി കുറയാന്നുള്ളത്, അല്ലെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാന്നുള്ളത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. നോർമലി ചില പേഷ്യൻസ് ഒരു 1 month ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും, ഡോക്ടർ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പേമിൻ്റെ ആയുസ് ഒരു സ്പേമായിട്ട് പുറത്ത് വരണമെങ്കിൽ മിനിമം 70 to 80 days എടുക്കും. അതായത് 70 മുതൽ 80 ദിവസം കൊണ്ടാണ് ഒരു സ്പേം, ഒരു ബീജം പുരുഷന്മാരിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറഞ്ഞ 2 to 3 months നന്നേ ചുരുങ്ങിയത് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് മുമ്പതിന് ശേഷം 3 മാസം മുതൽ 4 മാസമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിൻ്റെ ചേഞ്ചസ് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കാരണം മറ്റേ നമ്മളൊരു 1 month കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, അതിൻ്റെ റിസൾട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, മിനിമം 3 months വേണ്ടി വരും. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യം ഈ പറഞ്ഞ രൂപത്തിൽ എന്താണ് സ്പേം എന്നും എത്ര കാലം അത് പ്രൊഡക്ഷന് വരും എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം പുരുഷന്മാരിൽ സ്പേം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളെ വൃഷ്ണസഞ്ചി, അതായത് സ്ക്രോട്ടത്തിലാണ്. അത് ബോഡിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, മീൻസ് ബോഡിയിൽ ഇൻസൈഡ് ബോഡിയിലല്ല അത് കവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എപ്പോഴും സ്ക്രോട്ടത്തിന് നമ്മളെ ബോഡി ടെമ്പറേച്ചർ താങ്ങാൻ പറ്റില്ല, എപ്പോഴും ടെമ്പറേച്ചർ കുറവായിരിക്കണം. മിനിമം 2 to 3 degree Celsius എങ്കിലും കുറവായിരിക്കും ഇത് സ്ക്രോട്ടത്തിൻ്റെ സഞ്ചിയിൽ സൂക്ഷിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ബോഡി ചൂടാവുന്നതാണ് ഈ പറയുന്ന സ്പേം കൗണ്ട് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ബോഡിയുടെ ഇൻസൈഡ് ചൂട് നന്നായിട്ട് കൂടുക. ഈ പറഞ്ഞ സെക്ഷൽ ഡിസീസ് ആയാലും ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി കേസ് വരുന്ന ഒരു 90% പേഷ്യൻസിൻ്റെതും അവിടെ ചോദിക്കുമ്പോൾ ഡോക്ടറെ ബോഡി ഹീറ്റ് വളരെ കൂടുതലാണെന്ന് പറയും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ലിവർ ഡിസോർഡേഴ്സ് ആണ്, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, ഈ പറഞ്ഞ ഇൻഡൈജഷൻ ഉണ്ടാവും, ആസിഡ് പെപ്റ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്പേം കൗണ്ടിനെ ബാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നോക്കാം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയണത്, ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും. അതിൻ്റെ കാരണം എന്താണ്, ട്രാൻസ് ഫാറ്റ് ബോഡിയിൽ കൂടും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മളിപ്പം ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം കണ്ടുവരുന്നത് NRIസിലും ഈ പറഞ്ഞ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന IT മേഖലയിലെ ടീംസിനൊക്കെയാണ്. കാരണം എന്താണ്, അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടില്ല, അവർക്ക് ഈസി ആക്സസിബിൾ അല്ല അവൈലബിലിറ്റി കിട്ടുന്ന സാധനങ്ങൾ എന്താണ്, ഈ പറഞ്ഞ ജങ്ക് ഫുഡ്, കൂൾ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ ഈ കൂൾ ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താ കണ്ടുവരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ സെമൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നീട് എന്താണ്, ഈ സ്പൈസി കൂടുതലായിട്ട് കഴിക്കുന്നതായിരിക്കും. സ്പൈസി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ലിവറിൻ്റെ ഹറാറത്ത് കൂടും, അതായത് ലിവറിൻ്റെ ചൂട് കൂട്ടും, അത് ബോഡിയുടെ ഇൻസൈഡ് ബോഡി ടെമ്പറേച്ചർ കൂടും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സെമൻ്റെ കൗണ്ടിനെ ഏറ്റവും പ്രധാനമായിട്ട് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യം. നിങ്ങൾ ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ടും സ്പേം കൗണ്ട് കുറവാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കർശനമായിട്ടും നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് ഉപയോഗം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, നോർമലായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് മിനിമം 1 to 2 hours എങ്കിലും, കൗണ്ട് കുറവുള്ള ആൾക്കാർ മിനിമം 1 to 2 hours എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ലോങ് സൈക്ലിംഗ് റൈഡ് ഒഴിവാക്കേണ്ടതാണ്. ഷോർട്ട് സൈക്ലിംഗ് ഇതിന് വളരെ എഫക്റ്റീവാണ്. പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുക. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും വളരെ എഫക്റ്റീവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബോഡിയുടെ ചൂട് കുറക്കാൻ സഹായിക്കുന്ന, ഉദാഹരണത്തിന് കുക്കുംബർ ജ്യൂസ് ഡെയിലി രാത്രി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. മോർണിംഗ് നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കുന്നതും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്ക് ഡയറ്ററി ഉൽപ്പന്നങ്ങളാണ്. പാലിൻ്റെ കൂടെ നമുക്ക് ഡെയിലി ഒരു ദിവസം തലേന്ന് പൊറുത്തി വെച്ച ഈ പറഞ്ഞ ആൽമണ്ട് ഉപയോഗിക്കുക. ഒരു 5 ആൽമണ്ട് ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ തേനിൽ
തേനിൽ ശുദ്ധമായ തേനിൽ ഇത് ചെയ്യുന്ന ഈത്തപ്പഴവും കൗണ്ട് കൂടാൻ വളരെ എഫക്റ്റീവാണ്. ഈ രൂപത്തിൽ നമ്മൾ എന്തുകൊണ്ടാണോ നമ്മുടെ കൗണ്ട് കുറയണമെന്നുള്ള കാരണം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ 3 to 6 months കൊണ്ട് തന്നെ കൗണ്ട് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ലാബ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാവും. നേരത്തെ പറഞ്ഞതുപോലെ ഈ കൗണ്ട് കുറയണത് കേവലം ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല, വന്ധ്യതക്ക് മാത്രമല്ല, നമ്മുടെ ടോട്ടലി ഉള്ള ഈ പറഞ്ഞ സെക്ഷൽ ഹെൽത്തിനെയും കൂടി ഇത് ബാധിക്കുന്ന വിഷയമാണ്. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റും. നിർബന്ധമായിട്ടും ഉപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന് ആൽക്കഹോളും അതോടൊപ്പം തന്നെ സ്മോക്കിങ്ങും. ഇത് രണ്ടും നമ്മുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുകയും ഈ ടെസ്റ്റിസിന് പ്രോപ്പറായിട്ടുള്ള സപ്ലൈ കിട്ടാതിരിക്കുകയും സ്പേം കൗണ്ട് കുറക്കാനുള്ളതും ഇൻഫെർട്ടിലിറ്റിയും പ്രഥമമായ കാരണമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൗണ്ട് 3 to 6 months കൊണ്ട് നിങ്ങളുടെ കൗണ്ട് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും താഴെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം. നന്ദി.